നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചില വിവാദങ്ങളും ഉയരുകയാണ്. പ്രത്യേകിച്ച് LDFിനെയും UDFിനെയും പിന്തുണയ്ക്കുന്ന ചില കക്ഷികളെ സംബന്ധിച്ച വിവാദമാണ്. UDFിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായി അവർ പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് LDFിന് PDP പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് മുന്നണികൾക്ക് അവരുടെ സൗകര്യമനുസരിച്ച് നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ്. ഒപ്പം തന്നെ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന രീതിയിലാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള UDF പിന്തുണ, ഒപ്പം തന്നെ PDP നൽകുന്ന LDF പിന്തുണ, ഇത് രണ്ടിനെയും കുറിച്ച് ചോദിക്കാനായി ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് സമസ്തയുടെ യുവജന വിഭാഗമായ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയാണ്. സദായി പ്രത്യേകിച്ച് വലിയ വിവാദമാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ചർച്ച ചെയ്യുന്നത് ഈ പിന്തുണയാണ്. രാഷ്ട്രീയപരമായി ഈ കാര്യത്തെ വിലയിരുത്തപ്പെടുമ്പോൾ അതിൻ്റേതായ ചില നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവും. ഇപ്പോൾ PDPയെ പിന്തുണക്കുന്നവരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നവരുണ്ട്, അവരുടെ പിന്തുണ തേടുന്നവരുണ്ട്. കേരള ജനാധിപത്യ രാഷ്ട്രീയത്തിൽ മുന്നണികൾ ഈ ഇരു സംഘടനകളുടെയും പിന്തുണ പലപ്പോഴും തരാതരം ഉപയോഗപ്പെടുത്തിയവരാണ്. ഒരു വിഭാഗം PDP എതിർക്കുമ്പോൾ മറുവിഭാഗം അതിനെ അനുകൂലിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സംഘടനകളെയും പിന്തുണ തേടുന്ന ഇരു കക്ഷികൾക്കും അതിൻ്റെ അണികൾക്ക് അതിൻ്റേതായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക. സമസ്ത വിഭാവനം ചെയ്യുന്ന ഒരാദർശപ്രകാരം ഏത് ഈ സംഘടനകളും രാഷ്ട്രീയപരമായി ഒരു മുന്നണിയോടും അതിൻ്റേതായ നിലപാട് അനുകൂലമായും പ്രതികൂലമായും പ്രഖ്യാപിക്കാറില്ല. അണികൾക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ ബിദഈ സംഘടനകളെയൊക്കെ പ്രതിരോധിക്കുന്നതിൽ സമസ്ത നാളിതുവരെ അനുവർത്തിച്ച നയം അത് വളരെ സുതാര്യമാണ്. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ മാത്രമായിക്കൊണ്ട് പ്രഖ്യാപിച്ചു രാഷ്ട്രീയ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സമസ്തയുടെ സംഘടനാ സ്രോതസ്സ് ഉപയോഗപ്പെടുത്താറില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM വൃത്തങ്ങളെല്ലാം തന്നെ വലിയ പ്രചരണമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരുടെ പിന്തുണ UDF തേടുക എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ല, അവരോട് ചോദിക്കേണ്ട കാര്യം. കാരണം UDF ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തുന്ന പോലെ LDF ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്തിയതാണ്. ജമാഅത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ മതരാഷ്ട്രവാദം എന്നാരോപിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്ന കാലത്തിലും LDF അവരുടെ പിന്തുണ തേടിയിട്ടുണ്ട്. അത് വ്യക്തമായ ഒരു രാഷ്ട്രീയമായി LDF അന്ന് തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ UDFന് അനുകൂലമായി കൊണ്ടാണ് വെൽഫെയർ പാർട്ടി നിലകൊള്ളുന്നത്. ആ സമയത്ത് അവർ വിമർശിക്കുന്നു എന്നത് രാഷ്ട്രീയ കാപട്യം എന്നേ അതേ സംബന്ധിച്ച് പറയാനുള്ളൂ. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു മാർക്സിസവുമായി ബന്ധപ്പെട്ട. ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ നിലപാടുകളും ചർച്ച ചെയ്യണം. ജമാഅത്തെ ഇസ്ലാമിയെ താത്വികമായി നമ്മൾ എതിർക്കുമ്പോൾ കമ്മ്യൂണിസത്തെയും താത്വികമായി കൊണ്ട് തന്നെ എതിർക്കേണ്ടതുണ്ട്. മാർക്സിസത്തെ അനുകൂലിക്കുന്നവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ, എല്ലാ സംഘടനകളും. അത് ദൈവനിഷേധമാണ്, നിരീശ്വരവാദമാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. അതും ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ സ്വാഭാവികമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ മാത്രം ചർച്ചയ്ക്കെടുത്താൽ പോരാ. ഒരു ഭാഗത്ത് കമ്മ്യൂണിസത്തെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് അവരുടെ നിലപാടുകളും ചർച്ച ചെയ്യപ്പെടണം. രാഷ്ട്രീയപരമായി കൊണ്ടല്ല, മറിച്ച് താത്വികമായി. അത് ജമാഅത്തെ ഇസ്ലാമിയെയും കമ്മ്യൂണിസത്തെയും താത്വികമായി ഒരു മതസംഘടന എന്ന നിലക്ക് നമ്മളൊക്കെ എപ്പോഴും ഏത് വേളയിലും എതിർക്കുകയും ചർച്ച ചെയ്യുകയും വിമർശിക്കപ്പെടുകയും ചെയ്യും. അത് ഒരു ഭാഗം മാത്രം വിമർശിക്കുന്നത് ശരിയില്ല. താത്വികമായി എല്ലാം വിലയിരുത്തപ്പെടണമെന്നാണ് എൻ്റെ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈശ്വരവാദം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രസക്തമായൊരു കാര്യമായിട്ട് പലരും വിലയിരുത്തുന്ന കാര്യമാണല്ലോ. അത് സമസ്തയ്ക്ക് എന്തുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്നും. അല്ല, സമസ്തയുടെ പാരമ്പര്യമായി അത് നിരീശ്വരവാദത്തിനെതിരെ തന്നെയാണ്. അപ്പോൾ അത് കമ്മ്യൂണിസം, അതിൻ്റെ താത്വിക തലത്തിൽ കമ്മ്യൂണിസം എതിർക്കപ്പെട്ടിട്ടുണ്ട്.
ആ ഇസത്തോടെന്നും സമസ്ത നിരാകരിച്ചു പോന്നിട്ടുണ്ട്. അതിപ്പോഴും കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമല്ല എന്ന് പറയാത്ത കാലത്തോളം, മാർക്സിൻ്റെ മാർക്സിസത്തെയും മാനിഫെസ്റ്റോയെയും മാർക്സിസ്റ്റ് പാർട്ടികൾ തള്ളിപ്പറയാത്ത കാലത്തോളം സ്വാഭാവികമായിക്കൊണ്ടും മാർക്സിസത്തെ ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വിമർശിക്കപ്പെടും. അതതിൻ്റെ താത്വിക തലത്തിൽ നിന്നുകൊണ്ട് ഇതുവരെ മതസംഘടനകളൊക്കെ തന്നെ എതിർത്ത് പോന്നിട്ടുണ്ട്. നിലമ്പൂരിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഓരോ വിഷയമെടുത്താലും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? മറിച്ച് ഇപ്പോൾ രണ്ട് കക്ഷികളുടെ പിന്തുണ സംബന്ധിച്ച ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. പിന്നീട് സാംസ്കാരിക നായകർ ആർക്ക് പിന്തുണ നൽകുന്നു എന്ന് സംബന്ധിച്ച ചർച്ചയാണ്. അതിനപ്പുറത്തേക്ക് ആനുകാലികമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന തോന്നൽ അങ്ങേക്കുണ്ടോ? വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നിലമ്പൂരിലെ ഇലക്ഷൻ. അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്ന് പാർട്ടികളൊക്കെ പുറകോട്ട് പോകുന്നു എന്ന് നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സമസ്തയുടെയോ SYSൻ്റെയോ നിലപാടായിക്കൊണ്ട് പറയുന്നതല്ല. നിലമ്പൂർ ഇലക്ഷൻ വിഷയം മാറിപ്പോവുകയും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കേണ്ട മൗലികമായിരിക്കുന്ന നിലപാടുകൾ മാറിപ്പോവുകയും ചെയ്യുകയും കേവലം ചെറിയ ചെറിയ സംഘടനകളുടെ പിന്തുണയിൽ കേന്ദ്രീകരിച്ച് വലിയ സംഘത്തിൻ്റെയും വലിയ മുന്നണികളുടെയും വ്യക്തമായ കാതലായ അജണ്ട മാറിപ്പോവുകയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ് നിലമ്പൂർ ഇലക്ഷൻ പ്രചരണത്തിലൂടെ നമ്മൾ കാണുന്നത്. പാർട്ടികൾ മനുഷ്യൻ്റെ മൗലികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നു, പരാജയപ്പെടുന്നു എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, നിലമ്പൂരിന് പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ജിഫ്രി തങ്ങൾ തന്നെ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്: സ്കൂളുകളുടെ സമയമാറ്റം. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കാര്യം ആവശ്യം എന്തായാലും പരിഗണിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു. ആ സ്കൂളിലെ സമയമാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് സമസ്തയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായി തന്നെ പറയുകയും അതിൻ്റെ സമസ്തയുടെ നാളിതുവരെ നിലപാട് തുടരുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റം നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാറുന്ന ഏതൊരു സമയവും മതപഠനത്തെ ബാധിക്കും. മതപഠനം നടത്തുന്നതിൽ നിന്ന് സ്കൂളിലെ സമയത്തിലേക്ക് എത്തുന്നത് വളരെ കുറഞ്ഞ ടൈം മാത്രമാണ് അത് തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ സമയമാറ്റം മതപഠനത്തെ ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. എൻ്റെ പുറമെ ഇപ്പോഴൊരു കാമണിക്കൂറോ അരമണിക്കൂറോ മാത്രമല്ലേ എടുക്കുന്നു എന്ന് പറയുമ്പോഴും മുമ്പേ വാദിച്ചു വരുന്നൊരു നിലപാട് സമൂലമായ ഒരു മാറ്റത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കഥയിൽ പറയുന്നത് പോലെ ഒട്ടകത്തിന് ടെൻറ്റിൽ സ്ഥലം അനുവദിച്ച പോലെ ആകുമോ അറബിയുടെ ഒരു നിലപാട് പോലെ ആകുമോ എന്നൊരാശങ്ക മദ്രസ നടത്തുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കാലക്കൂട്ടി അതിനെ വിമർശിക്കുകയോ അതല്ലെങ്കിൽ മാന്യമായതിൽ ഇടപെടുകയോ ചെയ്യും. അത് സമയം മാറുന്നതിൽ വലിയ ആശങ്ക മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനിയിപ്പോൾ സർക്കാർ ഇതിൽ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പരിഗണന ഉണ്ടായിട്ടില്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും സമസ്ത യുവജന വിഭാഗത്തിൻ്റെയൊക്കെ മുന്നേറ്റം? അല്ല, അതൊക്കെ അതിന് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. സംഘടന ചർച്ച ചെയ്യട്ടെ. സമസ്തയിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് രമ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അത് നേതൃത്വം വളരെ വ്യക്തമായി കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകും. പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കൊരു ആഗ്രഹം. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥനയും. എന്തായാലും സമസ്തയിലെ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ. നിലമ്പൂരിൽ ഒക്കെ ഈ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടട്ടെ. അത് തന്നെയാണ് അങ്ങും സമസ്തയും ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നാസർ ഫൈസി കൂടത്തായി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ്. അതിന് പകരം വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നത് അനുചിതമാണ്. അതേസമയത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് മാർക്സിസത്തിൻ്റെ നിരീശ്വരവാദം സംബന്ധിച്ച രാഷ്ട്രീയവും എന്നുകൂടി വ്യക്തമാക്കുകയാണ് അദ്ദേഹം.